എന്താ ചൂട്. ഈ ഒരു ഗ്ലാസ് വെള്ളം കിട്ടെടുത്താ മറ്റേത്. വെള്ളത്തിന്റെ കൂടെ വേറെന്താ വേണ്ടിയത്? ഈ വെള്ളം എടുക്കും മറ്റേത്. വെള്ളം അതാക്കണ നിങ്ങളെ മുന്നേ തന്നെ ഇരിക്കണ്, എടുത്ത് പേന്തിക്കോളിയും കാക്ക. നമ്മള് കട്ടിലേട്ടാ. പിന്നെ ആ വെള്ളം അങ്ങനെ കുടിച്ച് പള്ള വീർപ്പിക്കണ്ട. എന്താ തിന്നാൻ വേണ്ടിയെന്ന് പറയും. ഉപ്പല്ലേ ഇവിടെ? ഉപ്പല്ല, ഉപ്പുമാവുണ്ട്, എടുക്കട്ടെ? ഉപ്പുമാവോ? മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒന്നുമില്ല ഇവിടെ? മാഷാ അല്ലാ, അതൊക്കെ തീർന്നില്ലേ? പിന്നെ ചിക്കൻ ടിക്കും ഷവർമ എടുക്കട്ടെ? അത് വേണ്ട, തിന്നാൻ പറ്റൊന്നുമില്ല ഇവിടെ. ആ റഫീക്ക, തന്തൊക്കെ എന്താ വേണ്ടത് ചോദിച്ചോക്കാം. എന്താ വേണ്ടി? എന്താണ് ഇവിടെ തിന്നാനുള്ളത്? ഇവിടെ ഇപ്പോ കപ്പയൊക്കെ ഉണ്ട്, പിന്നെ മടക്കുണ്ട്, പിന്നെ ബെന്നുണ്ട്, പാലും വെള്ളമുണ്ട്, ചായ ഉണ്ട്. പിന്നെ ഒന്നുമില്ലേ? പിന്നെ ഞാനും മാഷാല്ലാ മജീദ് സാഹിബും ഉണ്ട്. എന്താ ഒരു ലൈം ടീ എടുത്താ? ഈ ഒലക്ക ഒരു ലൈമും ഇല്ല, ഇവിടെ ഒരു ലൈഫും ഇല്ല. ഒരു കട്ടൻ ചായ കുടിക്കാൻ ഈ യാസി മുയോ ഓദിക്കും തന്ത. അല്ലല്ല, ഇവരെന്തിന് ഇക്കോലം ചൂടാവണ്? ചൂട് മാറാനാ ഇവിടെ കയറിയത്. വല്ലാതെ ചൂടാകല്ലേ മജീദേ. കരിഞ്ഞാളും അല്ല റഫീഖല്ലേ ഇവനെ ഇവിടെ ആക്കിയിട്ട് അദ്ദു അടയ്ക്കാൻ പോയത്? അതൊക്കെ യാത്ര പറിച്ചില്ല, അടുത്ത വെള്ളിയാഴ്ച ഹജ്ജിന് പോവല്ലേ? എന്നാ ഞാനും പോവാ. എവിടക്ക്? ഹജ്ജിനോ? മക്കത്തും പോയി ഉറപ്പിക്കാനാ? ഞാനിവിടുന്ന് ഇറങ്ങി പോവാന്ന്. മാഷാ അല്ലാ, ഹൗ തന്ത. റഫീഖ് അലി, എടുത്ത പലഹാരം തിരിച്ചു വെക്കുന്നത് അതബുകേടാ. അതിങ്ങോട്ട് തന്നാളാ. ഇത് മുഴുവൻ നിങ്ങൾ നിന്നാലേ പിന്നെ എങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യാ? ഇത് എന്റെ പറ്റിലെഴുതിക്കോ. അല്ലേ വേണ്ട, പൈസ തരാം. ചേഞ്ചില്ല. അതുണ്ടാവില്ലല്ലോ. അല്ലേ വേണ്ട, നിക്ക്. ഇന്നാ ബാക്കിക്ക് നല്ലൊരു സ്ട്രോങ് ചായ എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ബിസ്മില്ലാ. ഇതൊരു അടുക്കളയിലല്ലോ. ലോകോത്തര കമ്പനികളുടെ പവർ ടൂൾസ്, ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സ്, പമ്പ്
अपने खानदान को भूलकर और औलाद आइला को छोड़कर कोई इस्लाम नहीं है। खुदा ने हमारे दिलों पर खूबियां पड़ता है और अपने खानदान को मोहब्बत और उल्फत का घर बनाए। आमीन। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। आइए साहब। പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലും മറ്റുള്ളവരിലും നമ്മെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നാം വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന്. ഈ ആരോപണത്തിൽ ഒരു ചെറിയ സത്യമില്ലേ എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. നാം സ്വന്തം ഭാര്യമാരോടൊത്ത് അനുവദനീയമായ ആഘോഷങ്ങളിൽ ഏർപ്പെടാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിക്കുന്ന ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുണ്യപ്രവാചകന് സ്വന്തം ഭാര്യമാരുമായി വിനോദങ്ങളിൽ ഏർപ്പെടാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? ഈ സന്ദർഭത്തിൽ രണ്ടാം ഖലീഫയായിരുന്ന ഉമർ ഖത്താബിന്റെ ഭരണകാലത്തെ ഒരു അനുഭവം ഞാൻ ഓർത്തുപോവുകയാണ്. അന്നൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ ഖലീഫയുടെ അടുത്താണ് ഉന്നയിക്കുക. അങ്ങനെ ഒരു സ്വഹാബി ഖലീഫയുടെ അടുത്തേക്ക് വന്നു തന്റെ ആവലാദികളൊക്കെ പറയാൻ. അദ്ദേഹത്തിന്റെ ആവലാതി എന്താ? അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നു, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല, ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. ആവലാതി പറയാൻ വേണ്ടി ഖലീഫയുടെ വീടിന് പുറത്ത് നിൽക്കുമ്പോൾ ഖലീഫയുടെ ഭാര്യ ഖലീഫയോട് കയർത്ത് സംസാരിക്കുന്ന ശബ്ദം ഇയാൾ കേൾക്കുകയാണ്. ധീരനും വീരനും വില്ലാളി വീരനുമായ ഉമറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പാവം എന്റെ കാര്യത്തിൽ എന്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ സുഹാബി അതാ മടങ്ങിപ്പോവുകയാണ്. ആ മടങ്ങിപ്പോകുന്ന സഹാബിയെ ഉമർ വിളിച്ചു. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് കാണാതെ, എന്നോടൊന്ന് സംസാരിക്കാതെ എന്തുകൊണ്ട് പോകുന്നു എന്ന് ഉമർ ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, എന്റെ ഭാര്യ എന്നോട് കയർത്ത് സംസാരിക്കുന്നതായ ആ ഒരു ആവലാതി ബോധിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴോ എന്റെ ഭാര്യ സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഭാര്യയും സംസാരിക്കുന്നു. ഇനി ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി പോകുമ്പോൾ ഉമർ പറഞ്ഞു, സഹോദരാ, അവൾ എന്റെ കുട്ടികൾക്ക് മുലയൂട്ടുന്നു, അവൾ എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി തരുന്നു, അവൾ എന്റെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. ഇതൊന്നും അവളുടെ നിർബന്ധിതമായ ബാധ്യതയല്ല, എന്നിട്ടും അവൾ അത് ചെയ്യുന്നു. അപ്പോൾ അവൾ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, ഞാനത് കേട്ടേ മതിയാവൂ. അതുപോലെ തന്നെ റസൂലുള്ളാന്റെ കാലത്തുണ്ടായ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാന്റെ സന്നിധിയിലേക്ക് ഒരു സഹാബി കടന്നു വരുമ്പോൾ റസൂലുള്ളാഹ് തന്റെ അരുമ മകളായ ഫാത്തിമയുടെ മകനെ മുത്തം കൊടുത്തുകൊണ്ട് കളിപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്നേ വരെ എന്റെ കുട്ടികളെ ഇതുപോലെ മുത്തമിട്ടിട്ടില്ല. കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുഖം ചുവന്നു. ദേഷ്യത്തോടെ പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ മനസ്സിൽ നിന്നും അല്ലാഹു കാരുണ്യമെടുത്ത് കളഞ്ഞെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രിയമുള്ളവരെ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയും അവസ്ഥ. ഇത് കേവലം ഒരു കഥയല്ല, ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സംഭവമാണ്. ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബത്തെ മറന്ന് അല്ലെങ്കിൽ തഴഞ്ഞ് ഒരു ഇസ്ലാം ഇല്ല എന്നുള്ളതാണ്. പടച്ചവൻ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ നന്മ നിറയ്ക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സന്തോഷവും നിലനിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗം കലക്കി. ഈ മജീദ് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല, നല്ല വിവരണ്ട്. സത്യം പറഞ്ഞ ഓന്റെ പ്രസംഗം കേട്ടിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ആരും കാണാതെ കണ്ണ് തുടച്ചതാ. ഈ പ്രാസംഗികന്മാരൊക്കെ അങ്ങനെ തന്നെ, കേൾക്കുമ്പോ നമ്മുടെ രോമം എടുത്തുടിച്ചു പോവും, നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കണം, അവര് പറയുന്നിട്ട് പുലബന്ധം പോലും ഉണ്ടാവില്ല. എന്തിനധികം പറയുന്നത് നമ്മുടെ മജീദിന്റെ കാര്യം തന്നെ നോക്ക്. ഓനിപ്പൊ പ്രസംഗിച്ച ഈ സ്നേഹവും കാരുണ്യൊക്കെ ഓന്റെ ജീവിതത്തിൽ ഇക്കാലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ഉണ്ടാവുമോ? അത് ശരിയാ, അവനാന്റെ കുടുംബം ശരിക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്തവനാണ് ദീനും കൊണ്ടുനടക്കുന്നത്. അല്ല പിന്നെ പ്രസംഗിക്കുമ്പോ കുറെ പോയിന്റൊക്കെ പറയും, പിന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാവുമ്പോഴുള്ള ആവേശാണേ.